നമ്മുടെ തലമുടി കുളിച്ചതിന് ശേഷം ഉണക്കുന്നതിന് ഏറ്റവും നല്ലത് ടവൽ ഉപയോഗിക്കുന്നതാണ് അതോ ഹെയർ ഡ്രയർ ആണ് ഉപയോഗിക്കുന്നത്? നീളമുള്ള മുടി ടവൽ ഉപയോഗിക്കുന്ന സമയത്ത് മുടി പൊഴിയാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല നമ്മുടെ മുടിയിൽ ജീവിക്കുന്ന ചിലയിനം ബാക്ടീരിയകളും ഫംഗസുകളും ഉണ്ട്. പ്രത്യേകിച്ച് സ്റ്റഫൈലോകോക്കസ്, മെലാസേസി എന്ന് പറയുന്ന ബാക്ടീരിയകൾ അമിതമായി മുടിയിൽ നനവ് നിന്ന് കഴിഞ്ഞാൽ അതിൽ പെറ്റുപെരുകാൻ സാധ്യതയുണ്ട്. അത് നമ്മുടെ തലയോട്ടിയിൽ ചൊറിച്ചിൽ, താഴെ ഡാൻഡ്രഫ് പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ നമുക്ക് ഈ ഒരു പ്രശ്നം മറികടക്കുന്നതിന് നമുക്ക് ഹെയർ ഡ്രയർ ഉപയോഗിക്കാവുന്നതാണ്. ഹെയർ ഡ്രയർ ഉപയോഗിക്കുന്ന സമയത്ത് അതിനകത്ത് ഹീറ്റ് ഏറ്റവും മിനിമം ലെവലിൽ ഉപയോഗിക്കുക. നമുക്ക് ഒരു നോർമൽ കാറ്റ് മാത്രം മതി മുടിയെ ഉണക്കാനായിട്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ മുടിയിൽ നിന്നും ഏകദേശം 1 ഫീറ്റ് 1 അടി ദൂരത്തിൽ നിങ്ങൾ ഹെയർ ഡ്രയർ വെച്ചിട്ട് വേണം മുടി ഉണക്കാനായിട്ട്. നിങ്ങൾ ഇതുവരെയും ഒരു ഹെയർ ഡ്രയർ യൂസ് ചെയ്യാത്ത ആളാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കണം. ഈ ഹെയർ ഡ്രയർ വാങ്ങിച്ചിട്ട് ഏകദേശം 1 വർഷത്തിന് മുകളിലായി. ഡെയിലി ഞാൻ കുളി കഴിഞ്ഞതിന് ശേഷം ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഹീറ്റും സ്പീഡും 2 ടൈപ്പിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ 2000 വാട്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എയർ ഫ്ലോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൺലൈനിൽ ഇതിന്റെ ഏകദേശം പ്രൈസ് റേഞ്ച് വരുന്നത് 300-700 ഇടയ്ക്കാണ്. ഇതിന്റെ കേബിളിന് ഏകദേശം 1 മീറ്റർ ലെങ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ മതി. ഞാൻ ഇതിന്റെ ലിങ്ക് നേരിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്.